DMK ഇതിനെ ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം വർഗീയതയാണ്, വിഭജനമാണ്. അതിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഞങ്ങൾ വന്നാൽ CA എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടാവില്ല. ആളുകളെ വർഗീയമായി വിഭജിക്കുന്ന പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ എടുത്തു കളയും. ഞങ്ങൾ വന്നാൽ UCC ഉണ്ടാവില്ല. കാരണം എന്താണ്? UCC ആളുകളെ വിഭജിക്കാനുള്ള തരത്തിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 75 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും, 65 രൂപയ്ക്ക് ഡീസൽ കൊടുക്കും. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ വിലക്കയറ്റം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട്, ഭരണഘടനാ മൂല്യങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട്, അവർ വർഗീയത എന്ന് പറയുന്ന പ്രശ്നത്തെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫെഡറലിസത്തിന് മേൽ മോദി സർക്കാർ എന്തൊക്കെയാണോ ചെയ്യുന്നതിനൊക്കെ അവർ ഏറ്റെടുക്കുകയും അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസാരിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മോദി സർക്കാർ സെറ്റ് ചെയ്യുന്ന അജണ്ടയോട് വളരെ ഷാർപ്പായിട്ട് പ്രതികരിക്കാനുള്ള ശേഷി കോൺഗ്രസിനില്ല. കോൺഗ്രസ് കഴിയാത്തതും കുടുക്കിലാണുള്ളത്. പക്ഷേ അത് ഇവർ പറയാണ്. ഇന്ത്യ സഖ്യത്തിനകത്ത് ഇതിങ്ങനെ പറയാൻ കഴിയുന്ന ഒരു പാർട്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ അത് സ്റ്റാലിൻ്റെ DMK ആയിരിക്കും.